നമ്മളിപ്പോൾ നിൽക്കുന്നത് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഇന്ത്യൻസ് എസ്പെഷ്യലി കേരളീറ്റ്സ് ഒക്കെ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലാണ്. ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഹോസ്റ്റൽ ബ്ലോക്സിൻ്റെ ചുറ്റും ഹോസ്റ്റൽ ബ്ലോക്സുള്ള ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗത്താണ്. ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസും എസ്പെഷ്യലി കേരളീറ്റ്സ് എല്ലാം താമസിക്കുന്ന ഹോസ്റ്റലാണ്. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിലേക്കുള്ള എൻട്രിയും എക്സിറ്റും കൺട്രോൾ ചെയ്യുന്നത് ഒരു സെക്യൂരിറ്റിയാണ്. രാത്രി 10 മണിക്ക് ശേഷം സ്റ്റുഡൻസിൽ പുറത്തു പോകാനോ അതിനുശേഷം കയറി വരാനോ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. 24/7 സെക്യൂരിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയുടെ ഇന്ത്യൻസ് താമസിക്കുന്ന എസ്പെഷ്യലി കേരളീറ്റ്സ് എല്ലാം താമസിക്കുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത്. താഷ്കൻഡ് മെഡിക്കൽ അക്കാഡമിയിലെ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹോസ്റ്റൽ കോംപ്ലക്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇന്ത്യൻ സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇതിൻ്റെ വലിയ 4 ഹോസ്റ്റൽ ബിൽഡിങ്ങുകളാണ് ഇതിനുള്ളത്. അതിൻ്റെ നടുവിൽ ഒരു പൂന്തോട്ടമൊക്കെ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയറാണ്, ഒരു ഹോസ്റ്റൽ ക്യാമ്പസാണ് ഇവിടെ ഉള്ളത്. ഇത് ഹോസ്റ്റലിലേക്കുള്ള എൻട്രൻസ് ആണ്. For the hostels as well, they don't allow to go outside the hostel after 10 PM. So this guard ensures that they don't go outside. നമ്മളോടിപ്പോൾ ഈ സംസാരിക്കുന്നത് നിവേദ് ഡാനിഷ് എന്ന് പറയുന്ന സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻ്റ് ഇവിടെ 3rd ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. നിവേദാണ് നമ്മൾ ഈ ഹോസ്റ്റലിലെ എല്ലാ സെഷൻസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. ഹോസ്റ്റലിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് ഒരു മൾട്ടിപർപ്പസ് യൂട്ടിലിറ്റി അമ്യൂണിറ്റീസ് ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ പല സ്റ്റുഡൻസിനുള്ള വാഷിംഗ് ഏരിയകൾ, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള സ്റ്റഡി ഏരിയ, ലൈബ്രറി, റെക്ടേഴ്സിൻ്റെ ഹാള്, സ്റ്റുഡൻസ് കോൺഫറൻസ് ഹാള്, ഇങ്ങനെയൊക്കെയുള്ള പല അമ്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് സ്റ്റുഡൻസിന് അവരുടെ ക്ലോത്ത്സ് എല്ലാം ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ദെൻ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. അതിങ്ങനെ കോറിഡോറായിട്ട് പല പല അമ്യൂണിറ്റീസ് ഉള്ള റൂമുകളാണ്. ചിലത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോൺഫറൻസ് ഹാളൊക്കെ സ്റ്റുഡൻസിന് ആവശ്യമുള്ള സമയത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സ്റ്റഡി ഏരിയ കാണാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസിനുള്ള ഒരു സ്റ്റഡി റൂം അത് ഓപ്പൺഡ് ആയിരുന്നു. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഈ സ്റ്റുഡൻസിന് ഉള്ള സ്റ്റഡി ഏരിയ 2 പോർഷനായിട്ടാണ്, ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡി ഏരിയയാണ്. എല്ലാം വെൽ ക്ലീൻ ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ ലൈറ്റിങ്ങും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസിന് ഏത് സമയത്തും വന്ന് അവരുടെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് റെഫർ ചെയ്ത് ഇവിടെ ഇരുന്ന് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് റെഫർ ചെയ്ത് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഹോസ്റ്റലിലെ റൂമിലാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ആൽബിൻ്റെ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി ചെന്നുകൊണ്ട് തന്നെ ആൾ ഞങ്ങളെ കണ്ടതിൻ്റെ ആ ഒരു ഇതിലാണ് ഉള്ളത്. അപ്പോൾ ഈ ആൽബിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം അവരുടെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഹോസ്റ്റലിലെ റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെന്നത് കാരണം ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസോർഡറായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് റിയൽ വ്യൂ, അവിടെ ഉള്ളതിൻ്റെ ഒരു റിയൽ വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൽബിയോട് ചോദിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് ഹോസ്റ്റലിൽ കിട്ടുന്ന ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം എന്ന് നമുക്ക് ചോദിക്കാം. 12 o'clock ഉള്ളിലാണ് ഹോസ്റ്റൽ അവസാനിക്കുക. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വാർഡന്മാർ കയറാൻ അനുവദിക്കുന്നതല്ല. പിന്നെ അത്യാവശ്യം സാഹചര്യങ്ങളിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഫുഡ് ഇവിടെ വന്നിട്ടാണോ വയ്ക്കാതോ ക്യാമ്പസിലേക്ക് മോർണിംഗിൽ? ഫുഡ് ഇവിടെ മെസ്സ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞങ്ങൾ ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാക്കബിൾ സ്റ്റെയർസ് 2 സ്റ്റെയർസ് കയറിയാൽ മതി. ഇവിടെ ഫുഡ് അവിടെ തന്നെ അവൈലബിൾ ആണ്. ഇവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ക്ലാസ്സിൻ്റെ ടൈമിങ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈബ്രറി ഒറ്റ കാര്യങ്ങൾ, അതേപോലെ തന്നെ ലാബ്, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളി ക്ലാസ്സാണ്. ഇവർ കൂടുതലായിട്ട് പ്രാക്ടിക്കലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ കൂടുതൽ നമ്മളെ സർജറി ക്ലാസ്, അതേമാതിരി ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക, അതേമാതിരി ഇവിടെ ഇപ്പം അനാട്ടമി, നല്ല ലേബലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ നന്നായി ഇവിടെ ചെയ്യണ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സസൊക്കെ ഓക്കെയാണ്. ഹോസ്റ്റലിന് പുറത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഹോസ്റ്റലിൻ്റെ ജനലിലൂടെ
പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ നോക്കുന്നത് ജനലിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും കോർട്ടുകൾ, ബാഡ്മിൻ്റൺ കോർട്ടുകൾ, അതേപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നതിനുള്ള ടർഫ് പോലുള്ള ഗ്രൗണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റുഡൻസിന് വന്നിരിക്കാനും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഗാർഡൻ. പിന്നെ ഈ ചുറ്റുഭാഗവും കാണുന്നതെല്ലാം തന്നെ അക്കാഡമിക് ബ്ലോക്കുകളും ഹോസ്റ്റലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ബിൽഡിങ്സും മറ്റു കാര്യങ്ങളുമാണ്. വളരെ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഓൾറെഡി താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് അടുത്ത സ്റ്റുഡൻറ്റിനെ നമുക്ക് കണ്ട് സംസാരിക്കാം. അൽമാസ്, ഞാനിവിടെ TMA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ വീട് ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, മലപ്പുറത്ത് നിന്നാണ്, വളാഞ്ചേരി സ്വദേശിയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഏപ്രിലാണ് വന്നിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങി. ഞാൻ അൽഹംദുലില്ലാ ഹാപ്പിയായിട്ട് പോകുന്നു. ക്ലാസ്സസൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചിരുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഹോസ്റ്റലും ആവശ്യത്തിന് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളികൾ തന്നെ കുറേ പേരുണ്ട്, പിന്നെ സീനിയേഴ്സ് മലയാളികളുണ്ട്. പിന്നെ അവർ നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ ടീച്ചേഴ്സ് എല്ലാം നല്ല ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നല്ല പോർഷൻസൊക്കെ ഞങ്ങൾക്ക് തറവായി പഠിപ്പിച്ചു തരും. മീൻസ് എത്ര വേണമെങ്കിലും അവിടെ പോയിരുന്ന് നമുക്ക് ഡൗട്ട് മാറി നമുക്ക് മനസ്സിലാവണ വരെ പഠിച്ചിട്ട് വരാം. ഞാൻ വരുന്ന സമയത്ത് കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരിക്കും ഹോസ്റ്റൽ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും അക്കാഡമിക്സ് എന്ന കാര്യം, അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അക്കാഡമിക്സും അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം? അതെ മീൻസ് വരുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഹോസ്റ്റൽസ് ഒന്നും ഞാൻ അത്ര അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ മെസ്സ് ഉണ്ട്, മീൻസ് ഇവിടെ ഇന്ത്യൻ ഫുഡ് അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ അല്ല. പിന്നെ ഇവിടെ ഇന്ത്യൻ ഷെഫുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ്, 3 times ഫുഡ്. പിന്നെ ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. പിന്നെ സെൽഫ് കുക്കിങ്ങിന് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് എടുത്തായതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങി കുക്ക് ചെയ്യാൻ ടഫാണോ അതോ എങ്ങനെയാണ്? വീഡിയോ കോൾ ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്നാലും സിലബസിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീൻസ് അധികം സെൽഫ് സ്റ്റഡി ആണ്. മീൻസ് നമ്മൾ അവർ ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും. PDF നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്തിട്ടാണ് ചെയ്യാൻ. മീൻസ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് അറിവുണ്ടോ അതിനനുസരിച്ചാണ് അവർ ഇവാലുവേഷൻ ചെയ്യുന്നത്. അതായത് ഡെയിലി ഇവാലുവേഷൻ ചെയ്യും. ഡെയിലി നമുക്ക് ടോപ്പിക്ക് തരും, അതിൽ നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുക. പിറ്റേ ദിവസം വൈഫ അതുപോലെ തന്നെ ആ സബ്ജക്റ്റ് ഡെയിലി ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അവർ അതിനനുസരിച്ച് ഡൗട്ട് ക്ലിയർനെസ് ചെയ്ത് തരും. എല്ലാം ഡെയിലി സ്റ്റഡിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഹോസ്റ്റലിലാണ്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലെ അഡ്മിഷൻസും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ സ്റ്റാൻഡ് ഫോർ സ്റ്റഡി അബ്രോഡ് ഈ ഒരു കൺസൾട്ടൻസിലേക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബിനാർ സെഷനിലും മീറ്റിംഗ് സെഷനിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കരിയർ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. അത് പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാം. ഓക്കെ.